അസ്സലാമലൈക്കും. ഇന്ന് ഞാനിതാ ഒരു അവിൽ ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് അവിലെടുക്കുക. മട്ട അവിൽ, ഞാൻ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെള്ള അവിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതാ ഒരു വറുത്ത റവ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ക്ലാസ്സിൽ തന്നെ ഒരു 2 ഗ്ലാസ് അല്ലേ പൗല്, ഒരു ഗ്ലാസ് റവ എടുക്കണം. അപ്പോൾ ഇതേ ക്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കുതിർന്ന ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഒരു തുള്ളി ഓയിൽ, അതായത് ഒരു സ്പൂണ് മതി, 1 ടീസ്പൂണ്. പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിന് ഉപ്പിടുക. ഒരു നുള്ള് സോഡാപ്പൊടി ഇടുക. മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് തൈര് ഒഴിച്ചെടുക്കുക. പുളി ഉള്ളതായാലും കുഴപ്പമില്ല, പുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇനി അത് മിക്സിയിൽ അരച്ചെടുക്കുക, നന്നായി അരച്ചെടുക്കുക. ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ആ വെള്ളം തന്നെ മതി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഒഴിക്കുക. ഈ പരുവത്തിൽ വേണം എടുക്കാൻ. ഈ ദോശക്കല്ല് ചൂടാക്കുക, എണ്ണ തേക്കുക, ചുട്ടെടുക്കുക. അടിപൊളി ദോശ തയ്യാർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിലേക്ക് മുളക് ചട്നി നന്നായിരിക്കും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണതല്ലേ, അപ്പോൾ അതുകൊണ്ട് മുളക് ചമ്മന്തി പെട്ടെന്ന് നമുക്ക് വേറെ എന്തിൽ വേണമെങ്കിലും സ്യൂട്ടാവും. പക്ഷേ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണോണ്ട് ഞാൻ മുളക് ചമ്മന്തി മാത്രമാണ്. സ്കൂൾ ലീവ് ആയതുകൊണ്ടൊക്കെ. അടിപൊളി അവിൽ ദോശ തയ്യാർ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അസ്സലാമു അലൈക്കും.